ഹായ് മക്കളെ, ഹലോ ഓൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഹിന്ദിയിലെ ഫസ്റ്റ് യൂണിറ്റ് മൊത്തത്തിൽ മീനിങ് ആണ്. അതിൻ്റെ ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ദുലാരേ പൽ എന്ന് പറയുന്ന, അതായത് പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്ന് പറയുന്ന നമ്മളുടെ ഇക്കായി ഏക്ക്, അതായത് യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്, സ്റ്റാൻഡേർഡ് 5. ഓക്കെ, അപ്പം നമ്മളതിൽ ഫസ്റ്റ് നമ്മളുടെ ചാപ്റ്റർ, ഫസ്റ്റത്തെ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ധൂപ് ആഗേ എന്ന് പറയുന്ന ഒരു പ്രയാഗ് ശുക്ല എന്ന കവി എഴുതിയ ഒരു ചെറിയൊരു കവിതയാണ്. അപ്പോൾ നമുക്ക് നോക്കാം മക്കളെ. ധൂപ് ആഗേ. ധൂപ് ആഗേ എന്ന് പറഞ്ഞാൽ, ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സൂര്യപ്രകാശം, അതല്ലെങ്കിൽ വെയിൽ. ആ ഗെയ് എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു. ആന എന്ന് പറഞ്ഞാൽ വരിക. ആ ഗെയ് എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു. പ്രയാഗ് ശുക്ലാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ മക്കളെ. നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഒരു 2 മാർക്സ് 3 മാർക്സ് ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തോ, അതല്ലെങ്കിൽ ഒരു 5 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിനെ കുറിച്ചിട്ട്, ഏത് ചാപ്റ്ററിനെ കുറിച്ചിട്ടായാലും നിങ്ങൾക്ക് എഴുതേണ്ട സമയത്ത് നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ ധൂപ് ആഗേ എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഒരു 5 മാർക്കിനുള്ള ചോദ്യമെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? ധൂപ് ആഗേ കവിത പ്രയാഗ് ശുക്ൽ കാ കവിത ഹേ. പ്രയാഗ് ശുക്ൽ എഴുതിയ കവിതയാണ് ധൂപ് ആഗേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രസിദ്ധ കവി പ്രയാഗ് ശുക്ൽ കാ എക് സുന്ദർ കവിത ഹേ ധൂപ് ആഗേ. അതായത് പ്രസിദ്ധനായിട്ടുള്ള പ്രയാഗ് ശുക്ൽ എന്ന കവി എഴുതിയ മനോഹരമായിട്ടുള്ള, അതല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള ഒരു കവിതയാണ് ധൂപ് ആഗേ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എന്തെഴുതാം? ഈ ഒരു പ്രയാഗ് ശുക്ലിന് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എഴുതിയ ആൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് എക്സ്ട്രാ കിട്ടും. സോ ഒന്നും എഴുതാതെ പോകുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും എഴുതുന്നതല്ലേ. അപ്പോൾ ആ ഒരു കവിത ആയാലും കഥയായാലും എന്തായാലും ആരാണ് എഴുതിയത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. സോ ധൂപ് ആഗേ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം വന്നു, അല്ലെങ്കിൽ വെയിൽ വന്നു. പ്രയാഗ് ശുക്ല എഴുതിയതാണ്. ധൂപ് ആഗേ സുബഹ് സുബഹ് കി കലിയാം പ്യാരി പ്യാരി മഹക്കിം കലിയാം ക്യാരി ക്യാരി മഹക്കിം കലിയാം ഇത്തിനി സാരി മഹക്കിം. അപ്പം നോക്കാം. ധൂപ് ആഗേ സുബഹ് സുബഹ് കി കലിയാം പ്യാരി പ്യാരി മഹക്കിം കലിയാം ക്യാരി ക്യാരി മഹക്കിം കലിയാം ഇത്തിനി സാരി മഹക്കിം. അപ്പോൾ നോക്കാം മക്കളെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ഒരു ഫസ്റ്റ് 4 ലൈൻസിൻ്റെ മീനിങ് നോക്കാം. ധൂപ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, സൂര്യപ്രകാശം. ആഗേ എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നു ചേർന്നു. സുബഹ് സുബഹ് കി. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ. രാവിലെ എന്ന് പറയുമ്പോൾ എന്താണ്? അതിരാവിലെ തന്നെ. അതിരാവിലെ തന്നെ. ധൂപ് ആഗേ സൂര്യപ്രകാശം വന്നു ചേർന്നു. സുബഹ് സുബഹ് കി അതിരാവിലെ തന്നെ. കലിയാം പൂമൊട്ടുകൾ, അതല്ലെങ്കിൽ മുകുളങ്ങൾ, പൂമൊട്ടുകൾ. പ്യാരി പ്യാരി അതായത് പ്രിയപ്പെട്ട, അതല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള, സുന്ദരമായിട്ടുള്ള. മഹക്കീം സുഗന്ധം പരത്തുന്നു. അതായത് പ്യാരി പ്യാരി കലിയാം പ്രിയപ്പെട്ട, അതല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള, സുന്ദരമായിട്ടുള്ള പൂമൊട്ടുകൾ. മഹക്കീം സുഗന്ധം പരത്തുന്നു. കലിയാം പൂമൊട്ടുകൾ. ക്യാരി ക്യാരി മഹക്കീം. മഹക്കീം എന്താണ്? സുഗന്ധം പരത്തുന്നു. ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂത്തടം. ഇതൊരു പൂവാണെങ്കിൽ അതിന് നമ്മൾ ഓരോ തടം കെട്ടിക്കൊടുക്കുമല്ലോ പൂവിന്. അപ്പോൾ ഓരോ പൂത്തടത്തിലെയും പൂമൊട്ടുകൾ സുഗന്ധം പരത്തുന്നു. ക്യാരി എന്ന് പറഞ്ഞാൽ പൂത്തടം. ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ ഓരോ പൂത്തടവും. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ. സുബഹ് സുബഹ് പറഞ്ഞാൽ അതിരാവിലെ. ക്യാരി എന്ന് പറഞ്ഞാൽ പൂത്തടം. ക്യാരി ക്യാരി എന്ന് പറയുമ്പോൾ ഓരോ പൂത്തടവും. ഓരോ പൂത്തടത്തിലെയും കലിയാം പൂമൊട്ടുകൾ. മഹക്കീം സുഗന്ധം പരത്തുന്നു. കലിയാം പൂമൊട്ടുകൾ. ഇത്തിനി സാരി അതായത് ഒരുപാട്. ഇത്തിനി സാരി എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഒരുപാട് പൂമൊട്ടുകൾ. മഹക്കീം സുഗന്ധം പരത്തുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് മക്കളെ? ധൂപ് ആഗേ സുബഹ് സുബഹ് കി. ധൂപ് ആഗേ സൂര്യപ്രകാശം. ധൂപ് വെയിൽ, അല്ലെങ്കിൽ സൂര്യപ്രകാശം. ആഗേ വന്നു ചേർന്നു. സുബഹ് സുബഹ് കി അതിരാവിലെ തന്നെ. കലിയാം പൂമൊട്ടുകൾ. പ്യാരി പ്യാരി പ്രിയപ്പെട്ട പൂമൊട്ടുകൾ, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള പൂമൊട്ടുകൾ. മഹക്കീം സുഗന്ധം പരത്തുന്നു. കലിയാം പൂമൊട്ടുകൾ. ക്യാരി ക്യാരി അതായത് ഓരോ തടത്തിലെയും പൂമൊട്ടുകൾ. മഹക്കീം സുഗന്ധം പരത്തുന്നു. കലിയാം പൂമൊട്ടുകൾ. ഇത്തിനി സാരി അതായത് ഒരുപാട് പൂമൊട്ടുകൾ സുഗന്ധം പരത്തുന്നു. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ധൂപ് ആഗേ സുബഹ് സുബഹ് കി. എന്താണ്? സൂര്യപ്രകാശം, അതല്ലെങ്കിൽ വെയിൽ അതിരാവിലെ തന്നെ വന്നു. കലിയാം പ്യാരി പ്യാരി മഹക്കീം പ്രിയപ്പെട്ട, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള പൂമൊട്ടുകൾ സുഗന്ധം പരത്തുന്നു. കലിയാം ക്യാരി ക്യാരി മഹക്കീം ഓരോ തടത്തിലെയും പൂമൊട്ടുകൾ സുഗന്ധം പരത്തുന്നു. കലിയാം ഇത്തിനി സാരി മഹക്കീം ഒരുപാട് പൂമൊട്ടുകൾ സുഗന്ധം പരത്തുന്നു. ഈ ഒരു രണ്ടാമത്തെ വേർഡാണ് നമ്മൾ മലയാളത്തിൽ അർത്ഥം വരുമ്പോൾ ആദ്യത്തിൽ വരുന്നത്. പ്യാരി പ്യാരി കലിയാം എന്നാണ്. അതായത് പ്രിയപ്പെട്ട പൂമൊട്ടുകൾ, അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള പൂമൊട്ടുകൾ. ക്യാരി ക്യാരി കലിയാം ഓരോ തടത്തിലെയും പൂമൊട്ടുകൾ. ഇത്തിനി സാരി കലിയാം അതായത്
ഒരുപാട് പൂമൊട്ടുകൾ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, ഈ ഒരു 4 വരിയുടെ അർത്ഥം എന്താണ്? സൂര്യൻ അതല്ലെങ്കിൽ വെയിൽ, സൂര്യപ്രകാശം അതിരാവിലെ തന്നെ വന്നു. ഓരോ പൂമൊട്ടുകളും, പ്രിയപ്പെട്ട പൂമൊട്ടുകൾ സുഗന്ധം പരത്തുന്നു, അതല്ലെങ്കിൽ നമ്മളുടെ പൂമൊട്ടുകൾ മധുരമായി സുഗന്ധം പരത്തുന്നു. ഓരോ തടത്തിലെയും പൂമൊട്ടുകൾ സുഗന്ധം പരത്തുന്നു. ഒരുപാട് പൂമൊട്ടുകൾ സുഗന്ധം പരത്തുന്നു. ധൂപ് ആഗയി സുബഹ് സുബഹ് കി കലിയാം പ്യാരി പ്യാരി മഹക്കീം കലിയാം ക്യാരി ക്യാരി മഹക്കീം കലിയാം ഇത്തിനി സാരി മഹക്കീം. ഒന്നുകൂടെ നോക്കാം മക്കളെ. ധൂപ് ആഗയി സുബഹ് സുബഹ് കി കലിയാം പ്യാരി പ്യാരി മഹക്കീം കലിയാം ക്യാരി ക്യാരി മഹക്കീം കലിയാം ഇത്തിനി സാരി മഹക്കീം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 4 ലൈൻസ് നോക്കാം. അടുത്ത 4 ലൈൻസിൽ പറയുന്നത് हवा बह रही ठंडी ठंडी घूम रही वह बहकी बहकी उड़ती उड़ती आईम चिड़ियाम फुदक फुदक कर वे भी चहकीम. അപ്പം എന്താണ്, ഒന്നും കൂടെ നോക്കാം. हवा बह रही ठंडी ठंडी घूम रही वह बहकी बहकी उड़ती उड़ती आईम चिड़ियाम फुदक फुदक कर वे भी चहकीम. അപ്പോൾ നോക്കാം മക്കളെ, നമുക്കിതിൻ്റെ മീനിങ് നോക്കാം. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, ബഹ്രഹി ബഹ്ന എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുക, ഒഴുകുക എന്നുള്ളതാണ് ബഹ്ന. ബഹ്രഹി എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ടണ്ടി ടണ്ടി തണുത്തത്, ടണ്ടി എന്ന് പറഞ്ഞാൽ തണുത്തത്, ടണ്ടി ടണ്ടി എന്ന് പറഞ്ഞാൽ വളരെ തണുത്തത്, വളരെ തണുത്തത്. അപ്പോൾ നോക്കുക, ഹവ ബഹ്രഹി ടണ്ടി ടണ്ടി. അപ്പം എന്താണ്, വളരെ തണുത്ത കാറ്റ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, വളരെ തണുത്ത കാറ്റ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഗൂം രഹി വഹ് ബഹ്ക്കി ബഹ്ക്കി. ഗൂം രഹന എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക, അതല്ലെങ്കിൽ ചുറ്റിക്കറങ്ങുക. ഗൂം രഹി എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക. വഹ് എന്ന് പറഞ്ഞാൽ അത്. വഹ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, അത്. വഹ് എന്ന് പറഞ്ഞാൽ അത്. ബഹക്കി ബഹക്കി എന്ന് പറഞ്ഞാൽ തത്തി കളിക്കുക. അപ്പൊ തത്തി കളിച്ചുകൊണ്ട് ആ കാറ്റ് എന്താണ് ചെയ്യുന്നത്, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉടുത്തി ഉടുത്തി ആയിം ചിടിയാം. ഉടുത്തി ഉടുത്തി, ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്ന്, ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്ന്. അപ്പൊ പറന്നു പറന്ന് ആയിം, ആയിം എന്ന് പറഞ്ഞാൽ വന്നു, ആയിം എന്ന് പറഞ്ഞാൽ വന്നു. ഉടുത്തി ഉടുത്തി ആയിം ചിടിയാം. ചിടിയാം എന്ന് പറഞ്ഞാൽ എന്താണ്, പക്ഷികൾ, പക്ഷികൾ. സോ ഉടുത്തി ഉടുത്തി ആയിം ചിടിയാം, പറന്നു പറന്ന് വന്നു പക്ഷികൾ, അതായത് പക്ഷികൾ പറന്നു പറന്നു വന്നു. ഫുദക്ക് ഫുദക്ക് കർ വേബി ചഹക്കീം. ഫുദക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ചാടുക. ഫുദക്ക് എന്ന് പറഞ്ഞാൽ ചാടുക. അപ്പോൾ ഫുദക്ക് ഫുദക്ക് കർ, ചാടി ചാടി, കർ എന്ന് പറഞ്ഞാൽ കൊണ്ട്, അപ്പോൾ ചാടി ചാടിക്കൊണ്ട്. വേ എന്ന് പറഞ്ഞാൽ അവർ, വേ എന്ന് പറഞ്ഞാൽ അവർ, അവർ. ഭി എന്ന് പറഞ്ഞാൽ കൂടി. ചഹക്കീം എന്ന് പറഞ്ഞാൽ ചിലച്ചു. മഹക്കീം എന്ന് പറഞ്ഞാൽ സുഗന്ധം പരത്തുന്നു. ചഹക്കീം എന്ന് പറഞ്ഞാൽ ചിലച്ചു. അപ്പോൾ എന്താണ്, ഫുദക്ക് ഫുദക്ക് കർ വേ ബി ചഹക്കീം. ചാടി ചാടിക്കൊണ്ട് അവർ കൂടി ചിലച്ചു. അപ്പം എന്താണ്, ഹവാ ബഹ്രഹി ടണ്ടി ടണ്ടി. തണുത്ത കാറ്റ്, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഗൂം രഹി വഹ് ബഹ്ക്കി ബഹ്ക്കി. തത്തിക്കളിച്ചുകൊണ്ട്, തത്തിക്കളിച്ചുകൊണ്ട് അത് ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഉടുത്തി ഉടുത്തിയായും ചിടിയാം. പക്ഷികൾ പറന്നു പറന്ന് വന്നു. ഫുദക്ക് ഫുദക്ക് കർ വേബി ചഹക്കീം. ചാടി ചാടിക്കൊണ്ട് അവർ കൂടി ചിലച്ചു. ഫുദക്ക് ഫുദക്ക് കർ എന്ന് പറഞ്ഞാൽ ചാടി ചാടിക്കൊണ്ട്. വേ എന്ന് പറഞ്ഞാൽ അവർ, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, കൂടി, അവർ കൂടി. ചഹക്കീം എന്ന് പറഞ്ഞാൽ ചിലച്ചു. അപ്പൊ ഈ 4 ലൈനിന്റെ മീനിങ് എന്താണ്, ഹവാ ബഹ് രഹി ടണ്ടി ടണ്ടി ഗൂം രഹി വഹ് ബഹ്ക്കി ബഹ്ക്കി ഉടുത്തി ഉടുത്തി ആയിം ചിടിയാം ഫുദക്ക് ഫുദക്ക് കർ വേബി ചഹക്കീം. ഇത് പറഞ്ഞാൽ എന്താണ്, കാറ്റ്, കാറ്റ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, തണുത്ത കാറ്റ്, നല്ല തണുത്ത കാറ്റ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് തത്തിക്കളിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷികൾ പറന്നു പറന്നു വന്നു. ചാടി ചാടിക്കൊണ്ട് അവർ കൂടി ചിലച്ചു. അപ്പൊ ഇത്രയാണ് നമ്മളുടെ എന്തുള്ളത്, ഈ ഒരു ഫസ്റ്റ് കവിത. ധൂപ് ആഗെ എന്ന് പറയുന്ന പ്രയാഗ് ശുക്ല എന്ന് പറയുന്ന കവി എഴുതിയിട്ടുള്ള കവിതയുള്ളത്. ഇനി ഇതിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് മക്കളെ, ജസ്റ്റ് യഹ് കലി ഹേ, ഇത് പൂമൊട്ടാകുന്നു. കലി എന്ന് പറഞ്ഞാൽ പൂമൊട്ട്. ദെൻ യഹ് ചിടിയാ ഹേ, ഇത് പക്ഷിയാകുന്നു എന്ന് 2 ബോക്സിൽ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യാനാണ്, നല്ല രീതിയിൽ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 കളേഴ്സ് നിങ്ങളിവിടെ പരിചയപ്പെടുന്നുണ്ട്. ലാൽ എന്ന് പറഞ്ഞാൽ റെഡ്, ഹര എന്ന് പറഞ്ഞാൽ ഗ്രീൻ, കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്,
ബ്ലാക്ക്, അതുപോലെ നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലരുടെ ടെക്സ്റ്റിൽ ഇവിടെ പർപ്പിൾ കളറും ബ്ലാക്ക് കളറും ഒക്കെ കാണുന്നുണ്ട്. അത് ജസ്റ്റ് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇതാണ് പഠിക്കേണ്ടത്. ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്, അതായത് ചുവപ്പ് കളറാണ്. ഹര എന്ന് പറഞ്ഞാൽ ഗ്രീൻ, പച്ച കളറാണ്. കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, കറുപ്പ് കളറാണ്. നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ, നീല കളറാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം മക്കളെ. പിന്നെ ഈ ഒരു ചിടിയ, ക്യാരി, കലിയ, ഹവ, ധൂപ് ഇതൊക്കെ നിങ്ങളുടെ കവിതയിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്, എന്നിട്ട് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ടോമി ഓർ മേം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ടോമി ഓർ മേം എന്ന് പറയുന്നത് ഒരു ചിത്രകഥയാണ്. ടോമി ഓർ മേം എന്ന് പറയുന്നത് ഒരു ചിത്രകഥ, അതായത് ചിത്രവും കഥയും കൂടി കൂടിയതാണ് ചിത്രകഥ എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ ചിത്രകഥ എന്ന് പറയുമല്ലോ, ചിത്രം ഉണ്ടായിരിക്കും, അതിൻ്റെ ഇടയിൽ കഥയും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ചിത്രകഥയാണ്. പ്രോയ്ത്തി റോയ് ആണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. പ്രോയ്ത്തി റോയ്. അപ്പോൾ ടോമി ഓർ മേം, ടോമിയും ഞാനും എന്ന് പറയുന്ന ചിത്രകഥ പ്രോയ്ത്തി റോയ് എന്ന് പറയുന്ന കഥാകൃത്താണ് എഴുതിയിട്ടുള്ളത്. നമുക്കത് നോക്കാം മക്കളെ. ഇവിടെ ആദ്യം ഒരു പെൺകുട്ടിയെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് മേം നീതു ഹൂം. മേം എന്ന് പറഞ്ഞാൽ ഞാൻ, നീതു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പേരാണ് നീതു. ഹൂം എന്ന് പറഞ്ഞാൽ ആകുന്നു അല്ലെങ്കിൽ ആണ്. ഞാൻ നീതു ആണ്. മേം നീതു ഹൂം, ഞാൻ നീതു ആണ്. ഇനി അടുത്ത പേജ് നോക്കാം. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് ചന്ദ്രനെയൊക്കെ കാണാം. അപ്പോൾ രാത്രിയാണ്. നമ്മുടെ നീതു എന്ത് ചെയ്യാണ്? നീതു ഉറങ്ങാണ്, ബെഡിൽ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ എന്തോ ഒരു ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വഹ് സർദിയോം കി രാത്ത് ഥി. അത് വഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, അത് സർദിയോം കി തണുപ്പുള്ള, രാത്ത് എന്ന് പറഞ്ഞാൽ രാത്രി, ഥി എന്ന് പറഞ്ഞാൽ ആയിരുന്നു. കഴിഞ്ഞു പോയ കാര്യം പറയാണ്. സോ അതാണ് പറയുന്നത് വഹ് അത് സർദിയോം കി തണുപ്പിൻ്റെ, രാത്ത് ഥി രാത്രി ആയിരുന്നു. അതായത് അന്ന് ആ ഒരു രാത്രി നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. വഹ് അത് സർദിയോം കി തണുപ്പിൻ്റെ, രാത്രി ഥി ആയിരുന്നു. അപ്പോൾ ആ ഒരു തണുപ്പിൽ എന്താണ്, അവള് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ജനലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു സ്ട്രീറ്റ് ലാമ്പിന്റെ അടിയിൽ എന്ത് കാണുന്നുണ്ട്? ഒരു പട്ടിക്കുഞ്ഞിനെ കാണുന്നുണ്ട്. അതിന്റെ ശബ്ദമാണ് അവളുടെ റൂമിലേക്ക് അവൾ കേൾക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവളെ തണുപ്പിനിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടോർച്ച് അടിച്ച് നോക്കുന്ന സമയത്ത് ഒരു പട്ടിക്കുഞ്ഞിനെ കാണുന്നുണ്ട്. അങ്ങനെ അവൾ ആ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് അതിന് ഭക്ഷണമൊക്കെ കൊടുത്തു. ഒരു കൊട്ടയിലൊക്കെ കിടത്തി എന്ത് ചെയ്തു? അവളുടെ ടേബിളിൽ അതിനെയും കിടത്തി ഉറക്കി അവളും ഉറങ്ങാൻ കിടന്നു. അങ്ങനെ അവർ തമ്മിൽ എന്തായി മക്കളെ? ഫ്രണ്ട്സായി. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വഹ് സർദിയോം കി രാത്ത് ഥി, അത് തണുപ്പിൻ്റെ രാത്രി ആയിരുന്നു. അതാണ് നമ്മൾ അതിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇനി അവൻ്റെ ഇഷ്ടങ്ങളും അവനിഷ്ടമല്ലാത്ത കാര്യങ്ങളുമാണ് പറയുന്നത്. ആ ഒരു പട്ടിക്കുഞ്ഞാണ് ഇവിടെ ടോമി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. ഉസേ ചായ് കെ സാത്ത് ബിസ്ക്കറ്റ് ഗാന ബഹുത്ത് പസന്ത് താ. ഉസേ ചായ് കെ സാത്ത് ബിസ്ക്കറ്റ് ഗാന ബഹുത്ത് പസന്ത് താ. ഉസേ അവന്. ചായ എന്ന് പറഞ്ഞാൽ എന്താണ്? ചായ. അപ്പോൾ ചായയുടെ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ഗാന, ബിസ്ക്കറ്റ് കഴിക്കുന്നത് വളരെയധികം. ബഹുത്ത് പറഞ്ഞാൽ വളരെയധികം. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. ഥ എന്ന് പറഞ്ഞാൽ ആയിരുന്നു. അപ്പം എന്താണ്? ഉസേ അവന്, ചായ്ക്ക് സാത്ത് ചായയുടെ കൂടെ, ബിസ്ക്കറ്റ് ഗാന ബിസ്ക്കറ്റ് കഴിക്കുന്നത്, ബഹുത്ത് പസന്ത് ഥ വളരെയധികം ഇഷ്ടമായിരുന്നു. ഗാന എന്ന് പറയുന്ന വേർഡിന് കഴിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, അതുപോലെ ഭക്ഷണം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ബിസ്ക്കറ്റ് ഗാന എന്ന് പറയുമ്പോൾ ബിസ്ക്കറ്റ് ഭക്ഷണം എന്ന അർത്ഥം വരില്ല, ബിസ്ക്കറ്റ് കഴിക്കുക എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ അത് സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു മീനിങ് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഉസേ അവനെ, ചായ്ക്ക് സാ ചായയുടെ കൂടെ, ബിസ്ക്കറ്റ് ഗാന ബിസ്ക്കറ്റ് കഴിക്കുന്നത്, ബഹുത്ത് വളരെയധികം, പസന്ത് താ ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മളെ ടോമിക്ക് എന്ത് ഇഷ്ടമായിരുന്നു? ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് വളരെയധികം ഇഷ്ടമായിരുന്നു. ഓക്കെ, ബാക്കി നോക്കാം മക്കളെ. ഇനി അവന് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമുള്ളതുണ്ട്. അതായത് ഓർ മേരെ സാത്ത് ഗേൽന. ഓർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ പിന്നീട് എന്നൊക്കെ പറയുന്ന മീനിങ് ആണ്. ഇംഗ്ലീഷിൽ ആൻഡ് എന്നുള്ള മീനിങ് ആണ്. മേരെ എൻ്റെ, സാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു കൂടെ.
ഗേൽന കളിക്കുക. അപ്പം എന്താണ്, അവന് എൻ്റെ കൂടെ കളിക്കാനും ഇഷ്ടമായിരുന്നു. ചായക്കേ സാത്ത് ബിസ്ക്കറ്റ് ഖാന ബഹുത്ത് പസന്ത് താ, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ നമ്മളുടെ നീതുവിൻ്റെ കൂടെ കളിക്കാനും നമ്മളുടെ ടോമിക്ക് ഇഷ്ടമായിരുന്നു. ഓർ ആൻഡ് മേരെ സാത്ത്, എൻ്റെ കൂടെ ഖേൽന കളിക്കുക. അപ്പം എൻ്റെ കൂടെ കളിക്കുന്നതും അവന് വളരെയധികം ഇഷ്ടമാണ്. പിന്നെന്താണ്, പങ്കേക്കെ നീച്ചെ സോന. അവിടെ നോക്കുക മക്കളെ, അവൻ എന്തിൻ്റെ ചോട്ടാണ് ഉറങ്ങുന്നത്? ഫാനിൻ്റെ താഴെയാണ് അവൻ കിടന്നുറങ്ങുന്നത്. അപ്പം എന്താണ്, പങ്ക എന്ന് പറഞ്ഞാൽ ഫാനാണ്. പങ്ക എന്ന് പറഞ്ഞാൽ ഫാനാണ്. പങ്ക എന്ന് പറഞ്ഞാൽ ഫാൻ. നീച്ച എന്ന് പറഞ്ഞാൽ താഴെ. നീച്ച എന്ന് പറഞ്ഞാൽ താഴെ. സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. അപ്പം അവന് ഫാനിൻ്റെ ചൂടെ ഉറങ്ങുന്നതും അവന് ഇഷ്ടമായിരുന്നു. ഫാനിൻ്റെ ചൂടെ ഉറങ്ങുന്നതും ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ और കിതാബ് പഠന. പിന്നെന്താണ്, ആൻഡ് കിതാബ് പഠന. കിതാബ് എന്ന് പറഞ്ഞാൽ ബുക്ക്, പുസ്തകം. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം. പഠന എന്ന് പറഞ്ഞാൽ വായിക്കുക, റീഡ് ചെയ്യുക, വായിക്കുക. അതായത് അവൻ്റെ വായന എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കണ്ടോ പുസ്തകം കടിച്ചു കീറാണ് അവൻ ചെയ്യുന്നത്. അവൻ്റെ പുസ്തകം വായന അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ നീതു ദേഷ്യപ്പെടുന്നുണ്ട് അവനോട്, പുസ്തകം കടിച്ചു കീറിയിട്ട്. അപ്പോൾ അവന് പുസ്തകം വായിക്കുന്നതും ഇഷ്ടമാണ് എന്ന് നീതു പറയുകയാണ്. അപ്പം എന്തൊക്കെയാണ് അവന് ഇഷ്ടം? ചായക്കേ സാത്ത് ബിസ്ക്കറ്റ് ഖാന ബഹുത്ത് പസന്ത് താ, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് അവന് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഓർ മേരെ സാത്ത് ഖേൽന, എൻ്റെ കൂടെ കളിക്കുന്നത് ഇഷ്ടമാണ്. പങ്കേക്കെ നീച്ചെ സോന, ഫാനിൻ്റെ ചൂടെ ഉറങ്ങുന്നത് ഇഷ്ടമാണ്. ഓർ കിതാബ് പഠന, പുസ്തകം വായിക്കുന്നതും ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവന് ഇഷ്ടമുള്ളത്. ഇനി അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം മക്കളെ. ഇവിടെ ഒറ്റ കാര്യമാണ് അവന് ഇഷ്ടമില്ലാത്തത്. ഇവിടെ നമ്മളുടെ നീതു പുറത്തേക്ക് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ടോമി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, അവന് മേര എൻ്റെ, ബാഹർ ജാന പുറത്തു പോകൽ. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്തെ, ജാന എന്ന് പറഞ്ഞാൽ പോകുക. അപ്പോൾ പുറത്തു പോകുന്നത്, ഞാൻ പുറത്തു പോകുന്നത്. ബിൽക്കുൽ തീർച്ചയായും, ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അച്ഛ എന്ന് പറഞ്ഞാൽ നല്ലത്. അച്ഛ എന്ന് പറഞ്ഞാൽ നല്ലത്. നമ്മൾ പറയൂല്ലേ, ആ കൈസേ ഹോ, താങ്കൾക്ക് എങ്ങനെയുണ്ട്? അച്ഛ നല്ലത്. മെംറ്റീക് ഹും അച്ഛ എന്നാണ് നമ്മൾ പറയുക. അപ്പം അച്ഛ എന്ന് പറഞ്ഞാൽ നല്ലത്. നഹി എന്ന് പറഞ്ഞാൽ ഇല്ല. നഹി ലഗ്താത്ത, നഹി ലഗ്താത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലതായി തോന്നിയിരുന്നില്ല. ഉസേ മേരാ ബാഹർ ജാന, ഉസേ അവന്, മേരാ ബാഹർ ജാന എൻ്റെ പുറത്തു പോകൽ, ബിൽക്കുൽ തീർച്ചയായും, അച്ഛാ നഹി ലഗ്താത്ത നല്ലതായി തോന്നിയിരുന്നില്ല. അപ്പം അവന്, ഞാൻ പുറത്തു പോകുന്നത് നല്ലതായിട്ട് തോന്നിയിരുന്നില്ല, അവന് ഇഷ്ടമായിരുന്നില്ല. ഹം ജബ് സാത്ത് ഹോത്തേ തോ ബഹുത്ത് ഖുഷ് രഹത്തെ. ഹം ഞങ്ങൾ, ജബ് എപ്പോഴാണോ, സാത്ത് ഹോത്തേ തോ ഒപ്പം ഇരിക്കുന്നത്, ബഹുത്ത് വളരെയധികം, ഖുഷ് സന്തോഷവാന്മാരായി രഹന നിൽക്കുന്നു. അപ്പം ഞങ്ങൾ ഒപ്പമുള്ള സമയത്ത് ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. ഹം ഞങ്ങൾ, ജബ് എപ്പോഴാണോ, സാത്ത് ഹോത്തേത്തോ ഒപ്പമുള്ളത്, ബഹുത്ത് വളരെയധികം, ഖുഷ് രഹത്തെ സന്തോഷവാന്മാരായിരിക്കും. അപ്പം ഇത്രയാണ് നമ്മൾ ടോമി ഓർ മേം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ആദ്യം മേം നീതു ഹും, ഞാൻ നീതു ആകുന്നു എന്ന് നീതു നമ്മളെ പരിചയപ്പെടുത്തി. വഹ് സർദിയോം കി രാത്ത് തീ, വഹ് അത്, സർദിയോം കി തണുപ്പിൻ്റെ, രാത്ത് തീ രാത്രിയായിരുന്നു. ദെൻ പിന്നെ നമ്മളുടെ ഉസ്സേ ചായക്കേ സാത്ത് ബിസ്ക്കറ്റ് ഖാന ബഹുത്ത് പസന്ത് താ, അവന് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് വളരെയധികം ഇഷ്ടമായിരുന്നു. ഓർ മേരെ സാത്ത് ഖേൽന, എൻ്റെ കൂടെ കളിക്കുന്നത്. പങ്കേക്കെ നീച്ചെ സോന, ഫാനിൻ്റെ താഴെ ഉറങ്ങുന്നത്. ഓർ കിതാബ് പഠന, പുസ്തകം വായിക്കുന്നത്. ഉസേ മേര ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ താ, അവന് എൻ്റെ പുറത്തു പോകൽ നല്ലതായി തോന്നിയിരുന്നില്ല. ഹം ജബ് സാത്ത് ഹോത്തേ തോ ബഹുത്ത് ഖുഷ് രഹത്തെ, ഞങ്ങൾ എപ്പോഴാണോ ഒപ്പമുള്ളത് അപ്പോഴെല്ലാം സന്തോഷവാന്മാരായിരിക്കുമെന്ന് പറയാണ്. അപ്പം ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അടുത്ത ചാപ്റ്റർ പിള്ളയാണ്. പറഞ്ഞാൽ എന്താണ് മക്കളെ, പില്ല എന്ന് പറഞ്ഞാൽ പട്ടിക്കുഞ്ഞ് അല്ലെങ്കിൽ പട്ടിക്കുട്ടി എന്ന് പറയുന്നതാണ് പില്ല. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ പ്രോയ്തീറോയുടെ കഥയിൽ, ചിത്രകഥയിൽ നമ്മൾ പറഞ്ഞു, ടോമി ഓർ മേം എന്ന് പറഞ്ഞിട്ട് നീതു ടോമിയെ പരിചയപ്പെടുത്തി തന്നൂലേ നമുക്ക്. അപ്പോൾ ആ ഒരു ടോമി എന്താണ്, ഒരു പട്ടിക്കുഞ്ഞാണല്ലേ. അപ്പോൾ ആ ഒരു പട്ടിക്കുഞ്ഞിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പോമാണ് സഫ്ദർ ഹാഷ്മിയുടെ കവിതയാണ്. സഫ്ദർ ഹാഷ്മി എഴുതിയ പില്ല എന്ന് പറയുന്ന ഒരു കവിത. ചെറിയ കവിതയാണ്, ആകെ 6 ലൈൻസുള്ള ഒരു ചെറിയ കുഞ്ഞു കവിതയാണ്. നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റായിട്ട് ഹിന്ദി ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പില്ല എന്ന് പറയുന്നത് സഫ്ദർ ഹാഷ്മി എഴുതിയ ഒരു ചെറിയ കവിതയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പില്ല എന്ന് പറഞ്ഞാൽ പട്ടിക്കുഞ്ഞ്. നീതു ഖാത്ത പില്ല ഏക്, ബദൻ പെ ഉസ്കെ രൂയേം അനേക്, ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച്, ബൂരി ദാട്ടി കാലി മൂഞ്ച്, മക്കി സേ വഹ് ലഡ്താത്ത, ഗഡേ ഗഡേ ഗിർ പഡ്താത്ത. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നീതു ഖാ ഥ പില്ല ഏക്, बदन पे उसके रोएम अनेक,
ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച് ബൂരി ദാഠി കാലി മൂഞ്ച് മക്കി സേ വഹ് ലഡ്താ ഥാ ഗഡേ ഗഡേ ഗിർ പഡ്താ ഥാ. ഒന്നുകൂടെ നോക്കാം മക്കളെ. नीदू का था पिल्ला एक बदन पे उसके रोए अनेक छोटी टांगें लंबी पूंछ बूरी दाढ़ी काली मूंछ मक्की से वह लड़ता था गडे गडे गिर पड़ता था. അപ്പോൾ നമുക്ക് ഇനി മീനിങ് നോക്കാം. ലൈൻ ബൈ ലൈൻ നോക്കാം, വേർഡ് ബൈ വേർഡ് നോക്കാം. നീതു ക നീതുവിൻ്റെ അല്ലെങ്കിൽ നീതുവിന്, ഥ ഉണ്ടായിരുന്നു. നീതു ക നീതുവിന്, ഥ ഉണ്ടായിരുന്നു. പില്ല പട്ടിക്കുഞ്ഞ്, ഏക് ഒരു. നമുക്കറിയാലേ, നമ്മൾ മലയാളത്തിൽ കവിതകൾ വായിക്കുന്ന സമയത്തായാലും എന്തുണ്ടായിരിക്കും മക്കളെ, വാക്കുകൾ ആ ഒരു കവിതയുടെ താളത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നീതു കാഥ പില്ല ഏക് എന്ന് പറഞ്ഞാൽ നീതു ക നീതുവിന്, ഏക് പില്ലാത്ത നീതുവിന് ഒരു പില്ല ഉണ്ടായിരുന്നു, നീതുവിനൊരു പട്ടിക്കുഞ്ഞ് ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം നീതു ക നീതുവിന്, ഏക് ഒരു പില്ല പട്ടിക്കുഞ്ഞ്, ഥ ഉണ്ടായിരുന്നു. നീതു ഖാത്ത പില്ല ഏക് നീതുവിനൊരു പട്ടിക്കുഞ്ഞ് ഉണ്ടായിരുന്നു. ബദൻ പേ ഉസ്കെ രൂയെ മനേക്, ഉസ്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ, ബദൻ പേ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ, അനേക് എന്ന് പറഞ്ഞാൽ അനേകം, രൂയം എന്ന് പറഞ്ഞാൽ രോമങ്ങൾ. അപ്പോൾ എന്താണ്, ആ ഒരു പട്ടിക്കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരുപാട് രോമങ്ങൾ ഉണ്ടായിരുന്നു. ഉസ്കെ അതിൻ്റെ, ബദൻ പേ ശരീരത്തിൽ, അനേക് അനേകം, രൂയേം രോമങ്ങൾ. അപ്പോൾ എന്താണ് പറഞ്ഞത്, നീതു ഖാത്ത പില്ലായേക് നീതുവിനൊരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. ബദൻ പേ ഉസ്കെ രൂയേം അനേക് അതിൻ്റെ ശരീരത്തിൽ അനേകം രോമങ്ങൾ, രൂയേം രോമങ്ങൾ ഉണ്ടായിരുന്നു. ഉസ്കെ അതിൻ്റെ, ബദൻ പേ ശരീരത്തിൽ, രൂയേം രോമങ്ങൾ, അനേക് അനേകം. ദെൻ അതിനെങ്ങനെയായിരുന്നു കാലുകളും അതുപോലെ തന്നെ വാലുകളും ഒക്കെ, ചോട്ടി ടാങ്കയും ചെറിയ ചെറിയ കാലുകളായിരുന്നു, ലംബി നല്ല നീളമുള്ള വാല്, പൂഞ്ച് വാലുകളുമായിരുന്നു, വാലായിരുന്നു. ചോട്ടി ടാങ്കേം ചെറിയ കാലുകൾ, ലംബി പൂഞ്ച് നീളമുള്ള വാല്. ചോട്ടി ചെറിയ, ടാങ്കേം കാലുകൾ, ലംബി നീളമേറിയ, പൂഞ്ച് വാല്. ദെൻ ബൂരി ദാഠി, ബൂരി എന്ന് പറഞ്ഞാൽ തവിട്ട് നിറത്തിലുള്ളത്, ബൂരി ദാഠി തവിട്ട് നിറത്തിലുള്ള താടിരോമങ്ങളായിരുന്നു. ബൂരി ദാഠി തവിട്ട് നിറത്തിലുള്ള താടിരോമങ്ങൾ, തവിട്ട് നിറത്തിലുള്ള താടിരോമങ്ങൾ, ബൂരി ദാഠി. ദെൻ കാലി മൂഞ്ച്, കാലി നമ്മൾ നേരത്തെ കാല എന്ന് പറഞ്ഞു അല്ലേ, കാല എന്ന് പറഞ്ഞാൽ കറുപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ കാലി കറുപ്പ് നിറത്തിലുള്ള മൂഞ്ച് മീശയായിരുന്നു. അപ്പോൾ ബൂരി ദാഠി തവിട്ട് നിറത്തിലുള്ള താടിരോമങ്ങളും, കാലി മൂഞ്ച് കറുപ്പ് നിറത്തിലുള്ള മീശയുമായിരുന്നു. പിന്നെന്താണ്, മക്കി സേവഹിൽ എടുത്താത്ത ഗഡേ ഗഡേ ഗിർ പടുത്താത്ത. അപ്പോൾ അതെന്താണ് മക്കളെ, മക്കീസെ, മക്കി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഈച്ച. മക്കീസെ ഈച്ചയോട്, വഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അല്ലെങ്കിൽ അവൻ, അവൾ എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ ഇവിടെ പിള്ളയാണ്. അപ്പോൾ നമുക്ക് അത് എന്ന് പറയാം, അതല്ലെങ്കിൽ അവൾ എന്നൊക്കെ പറയാം, അവൻ എന്ന് പറയാം. ടോമി എന്ന് പറയുമ്പോൾ മിക്കവാറും ആണാണല്ലോ, അപ്പോൾ നമുക്ക് അവൻ എന്നുള്ള അർത്ഥം കൊടുക്കാം, അതല്ലെങ്കിൽ അത് എന്നുള്ള അർത്ഥം കൊടുക്കാം. അപ്പോൾ മക്കീസെ വഹ് അത് അല്ലെങ്കിൽ അവൻ, മക്കീസെ ഈച്ചയോട്, ലഡ്താ ഥ പൊരുതുമായിരുന്നു. ലഡ്ന എന്ന് പറഞ്ഞാൽ പൊരുതുക, ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യം സൂചിപ്പിക്കാനാണ് ഥ അല്ലെങ്കിൽ ഥി എന്നൊക്കെ പറയുന്നത്. ഥ അല്ലെങ്കിൽ ഥി എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞു പോയ കാര്യം സൂചിപ്പിക്കാനാണ്. അപ്പോൾ ലഡ്താത്ത, മക്കീസെ വഹ് ലഡ്താത്ത ഈച്ചയോട് അത് അല്ലെങ്കിൽ അവൻ പൊരുതുമായിരുന്നു. ഗഡേ ഗഡേ ഗിർ പടുത്താത്ത, ഗഡേ ഗഡേ എന്ന് പറഞ്ഞാൽ ഗഡ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഗിർ പടുത്താത്ത വീണു പോകുമായിരുന്നു. അപ്പം നമ്മളുടെ പില്ല എങ്ങനെയാണ്, പില്ല എന്ന് പറയുന്നത് സഫ്ദർ ഹാഷ്മി എഴുതിയ ഒരു കവിതയാണ് നമ്മുടെ പില്ല എന്ന് പറയുന്നത്, പട്ടിക്കുഞ്ഞ് അല്ലെങ്കിൽ പട്ടിക്കുട്ടി എന്ന് പറയുന്നത്, പട്ടിക്കുഞ്ഞ്. അപ്പോൾ ഏതാണ് ഈ പട്ടിക്കുഞ്ഞ്, നമ്മുടെ ടോമിയാണല്ലേ, നീതുവിൻ്റെ ടോമിയാണ് ഈ പട്ടിക്കുഞ്ഞ്. അപ്പം നീതു ഖാത്ത പില്ല നീതുവിന്, ഥ ഉണ്ടായിരുന്നു, പില്ല പട്ടിക്കുഞ്ഞ്, ഏക് ഒരു. അപ്പം നീതുവിന് ഒരു പട്ടിക്കുഞ്ഞ് ഉണ്ടായിരുന്നു. ബദൻ പേ ശരീരത്തിൽ, ഉസ്കെ അതിൻ്റെ, രൂയം രോമങ്ങൾ, അനേക് അനേകം. അപ്പം എന്താണ്, അതിൻ്റെ ശരീരത്തിൽ ഒരുപാട് രോമങ്ങൾ ഉണ്ടായിരുന്നു. ചോട്ടി ചെറിയ, ടാങ്കേം കാലുകൾ, ലംബി നീളമുള്ള, പൂഞ്ച് വാല്, ബൂരി തവിട്ട് നിറത്തിലുള്ള ദാഠി താടിരോമങ്ങളും, കാലി കറുപ്പ് നിറത്തിലുള്ള മൂഞ്ച് മീശയുമായിരുന്നു. മക്കീസെ ഈച്ചയോട്, വഹ് അത്, ലഡ്താത്ത പൊരുതുമായിരുന്നു. ഗഡേ ഗഡേ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഗിർ പടുത്താത്ത വീണു പോകുമായിരുന്നു.
അപ്പോൾ ഇത്രയാണ് മക്കൾ നമ്മുടെ ഈ ഒരു പില്ല എന്ന് പറയുന്ന ചാപ്റ്റർ ഉള്ളത്. പിന്നെ ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ക്യാ ഗാന പസന്ത് താ, നമ്മളുടെ ടോമിക്ക് എന്തായിരുന്നു കഴിക്കാൻ ഇഷ്ടം? ചായ്ക്കെ സാത്ത് ബിസ്ക്കറ്റ് ഗാന ബഹുത്ത് പസന്ത് താ. അതുപോലെ കിസ്കെ നീച്ചെ സോത്താത്ത, എന്തിൻ്റെ താഴെയായിരുന്നു ഉറങ്ങിയിരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പങ്കേക്കെ നീച്ചെ സോത്താത്ത. അതുപോലെ കിസ്കെ സാത്ത് ഗേൽത്താത്ത, ആരുടെ കൂടെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ടെക്സ്റ്റിലുണ്ട് മേരെ സാത്ത്, അതായത് നീതു പറയാണ് മേരെ സാത്ത്, എൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നീതു കാ സാത്ത് ഗേൽത്താത്ത എന്നെഴുതാം. അതേപോലെ തന്നെ ഇവിടെ ഇൻകി മദദ് സെ കവിതാമയും പങ്ക്തിയും ചോടയും, അതായത് ഈ ഒരു 4 കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെഴുതാം മക്കളെ? നിങ്ങൾക്ക് ഈ ഒരു കവിതയിൽ, ഈ ഒരു നമ്മുടെ പില്ല എന്ന് പറയുന്ന കവിതയിൽ ഈ ഒരു 4 കാര്യങ്ങളും കൂടി ചേർത്തിട്ട് കവിതയിലെ ലൈനുകൾ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ചായ്ക്കെ സാത്ത് ബിസ്ക്കറ്റ് ഗാന പസന്ത് താ, പങ്കേക്കെ നീച്ചെ സോത്താത്ത, നീതു കാ സാത്ത് ഗേൽത്താത്ത. അങ്ങനെ എന്ത് ചെയ്യാം? ആ ഒരു 3 ലൈനുകൾ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ചായ്ക്കെ സാത്ത് ബിസ്ക്കറ്റ് ഗാന പസന്ത് താ, പങ്കേക്കെ നീച്ചെ സോത്താത്ത, നീതു കാ സാത്ത് ഗേൽത്താത്ത. അങ്ങനെ ആ ഒരു 3 ലൈൻ നിങ്ങൾക്ക് അവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസുകളിൽ നിന്ന് നമുക്ക് അറിയുന്ന, അതായത് പരിചിതമായിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച വാക്കുകൾ, ശബ്ദ പറഞ്ഞാൽ വാക്കുകൾ, പരിചിത ശബ്ദലികയും പരിചിതമായിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാം. രാത്ത് കാ സമയത്ത, നമ്മൾ രാത്ത് എന്ന വേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വഹ് സർദിയോം കി രാത്ത് തീ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ രാത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നീതു കെ സാത്ത് നീതു കെ ഹാത്ത് മേൻ കിതാബ് തീ. അപ്പം നീതുവിനെ നമുക്കറിയാം, അതുപോലെ കിതാബ് എന്ന വേർഡും നമുക്കറിയാം. അവന് പുസ്തകം വായിക്കുന്നത്, കിതാബ് പഠന എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്. നീതു കെ ഗർ ബാഹർ തീ, ബാഹർ പുറത്ത്. നീതു പറയുന്നുണ്ട്. ഉസ്കെ മേരാ ബാഹർ ജാന എന്ന് പറയുന്ന സ്ഥലത്ത് ബാഹർ പറയുന്നുണ്ട്. അമ്മ ചായ് ലേക്കർ ആയി, ചായ് എന്നുള്ള വാക്ക് നമുക്കറിയാം. ഉസേ ചായ്ക്കെ സാത്ത് എന്ന ഭാഗത്ത് അത് പറയുന്നുണ്ട്. നീതു ഖുഷ് ഹുയി, ഖുഷ് എന്ന വേർഡ് നമുക്കറിയാം. ഞങ്ങളെ ഒപ്പം ഇരിക്കുന്ന സമയത്ത് ഹം ഖുഷ് രഹത്തെ എന്ന് പറയുന്ന ഭാഗത്ത് ഖുഷ് എന്ന വേർഡ് പറയുന്നുണ്ട്. അപ്പോൾ ഈ വേർഡ്സൊക്കെ എന്ത് ചെയ്യാനാണ് മക്കളെ? താഴെ ഇവിടേക്ക് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. അതായത് പില്ല എന്ത് ചെയ്യണം? ഉറങ്ങുകയാണ്, അപ്പോൾ പില്ല സോത്താഹേ. പില്ല ഭക്ഷണം കഴിക്കണം, അപ്പോൾ പില്ല ഗാത്താഹേ. പില്ല കളിക്കുകയാണ്, അപ്പോൾ പില്ല ഗേൽത്താഹേ. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള കാര്യമാണത്. അതുപോലെ തന്നെ ഇവിടെ ചിത്രം നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പില്ല എന്ത് ചെയ്യണേ? ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പില്ല ഗാത്താഹേ എന്ന് എഴുതാം. പില്ല കഴിക്കുന്നു. പില്ല കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതാം? പില്ല ഗേൽത്താഹേ എന്ന് എഴുതും. അതല്ല, പില്ല ഉറങ്ങുകയാണെങ്കിൽ പില്ല സോത്താഹേ എന്ന് എഴുതും. പക്ഷേ ഇവിടെ പില്ല കഴിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പില്ല ഗാത്താഹേ എന്ന് എഴുതും. അപ്പോൾ ഇത്രയാണ് മക്കളെ നിങ്ങളുടെ ഹിന്ദിയുടെ ഫസ്റ്റ് യൂണിറ്റ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.